ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. ഓ ഓ ഒന്നുകൂടി പഠിക്കട്ടെ. എന്തെങ്കിലും വിഷമമുണ്ടോ മോനെ? എന്താ പെട്ടെന്ന് കരയാൻ കാര്യം എന്താ? വരികളിങ്ങനെ പാടി വന്നപ്പോ പെട്ടെന്ന് അതാ ഞാൻ എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും അങ്ങനെ മനസ്സിൽ വിഷമം ഉണ്ടാക്കത്തക്ക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ വീട്ടില്? വീട്ടിലാണ് വിഷമമൊന്നുമില്ല. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ചേച്ചി കൊണ്ട് തരുമ്പോ അതിങ്ങനെയാണോ ചെയ്യാ മണി? എല്ലാരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് ആക്ച്വലി ഈ ഷോസിന്റെ റൂൾ എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അജയൻ ചേട്ടനടുത്ത് ചോദിക്കാം, പ്രൊഡ്യൂസറിനടുത്ത് ചോദിക്കാം. പേടിച്ചിട്ടാണോ മണിയന്തൻ? ആ വരികൾ പാടി വന്നപ്പോ അറിയാണ്ട് കരച്ചിൽ വന്നതാ. അത് എക്സ്പ്രഷൻ കൂട്ടുമായിരുന്നു. പക്ഷെ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയാല് നമ്മുടെ കൺട്രോള് പോകില്ലേ പടം? ഇന്ന് അതാ പറ്റിയത്. ഒന്നും തോന്നരുത്, കാരണം ഇതൊരു കോമ്പറ്റീഷനാണ്. നമ്മളെ സമാധാനിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം എൻകറേജ്മെൻറ്റും സമാധാനവും ഒക്കെ തന്നു. ഇത് എല്ലാവർക്കും ബാധകമാണ്, ഈ 48 പേർക്കും ബാധകമാണ്. കാരണം ഇനിയൊരു കാൻഡിഡേറ്റ് വന്നിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗൈൻസ്റ്റ് റൂൾസ്. അതാണ് പ്രശ്നം. കാരണം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പ്രേക്ഷകർക്കും സന്തോഷമേ ഉള്ളൂ. മണികണ്ഠൻ ഒന്നുകൂടെ പാടുന്നതിലും മണികണ്ഠന് എൻകറേജ്മെന്റ് നൽകുന്നതിലും. നന്നായിട്ട് പാടും. ഓഡീഷന് നന്നായിട്ട് പാടിയിട്ടാണ് മണികണ്ഠനെ എടുത്തതും. അന്ന് വളരെ നല്ല അഭിപ്രായമല്ലേ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. പക്ഷെ ഇത്രയും നെർവസ് അന്നൊന്നും ഇത്രയും പേടിയൊന്നും ഇല്ലായിരുന്നു. ശരിക്കും മണികണ്ഠൻ ഒരു പാവമായിപ്പോയി എന്നുള്ളത്. അതിന് പേടി കൂടിയിട്ടാണ് മോശമായിപ്പോ അങ്ങനെ ഒരു കരച്ചിൽ വന്നു പോയതാന്ന് എനിക്ക് തോന്നുന്നു. തീരെ ഒരു എന്താ പറയുക, വളരെ സെൻസിറ്റീവാന്ന് തോന്നുന്നു. അത് പേടികൊണ്ടായിരിക്കും. ആണോ? പേടികൊണ്ടാണോ? ഇന്നത്തെ പുതിയ ആള് ഞാൻ മാത്രമല്ലല്ലോ, ഇവർ രണ്ടുപേരും ആദ്യം പോലെ ഉണ്ടായിരുന്നല്ലേ? അതെ. അല്ല മണിക്കിത് പാടി തുടങ്ങിയിട്ട് ശരിക്കും പാടാൻ പറ്റിയില്ലെന്ന് തോന്നിയോ? അങ്ങനെയാണ് തോന്നിയോ പല്ലവി പാടി? അതുകൊണ്ടല്ല, ആ വരികളുടെ കൂടെ പോയപ്പോ അറിയാണ്ട് കരച്ചിൽ വന്ന. അതെന്താണ് ആ വരി ഒന്ന് പറയുമോ ഒന്നുകൂടെ? മോന്റെ ഞങ്ങളീ ശ്രുതി എഴുതി വെച്ചുകൊണ്ട് അത് അറിയാൻ എന്ന് പറഞ്ഞ മോനെ. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നില്ല. വേറെ ചേച്ചി ചോദിച്ചതിനകത്തൊരു എന്തോ ഒരു സംഭവം ഉണ്ട്. മണിക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരയത്തില്ല കേട്ടോ. ചിലപ്പോ ലൈഫിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കിട്ടുമ്പോ അത് കയ്യിൽ നിന്ന് വഴുതി പോവോ എന്നുള്ള പേടി, അത് ചിലപ്പോ ഒരു വലിയ കാരണമാവില്ലേ? എനിക്ക് തോന്നുന്നു അതാണ്. പാടുമ്പോ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി മണിനെ പോലെ ഒരാൾക്ക് കിട്ടുമ്പോ. മണി ഞങ്ങളെന്ന് പാടിയപ്പോ എന്താ പറഞ്ഞു? മണിയുടെ പാട്ട് കേട്ട് ഞങ്ങൾ രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഒരു തവണ കൂടി ചാൻസ് തരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടപ്പില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വന്നിട്ട് ചിലപ്പോൾ പരലേ പാടി ചരണം പാടിപ്പോൾ ആദ്യം ആകുമ്പോൾ തെറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ടങ്ങാണ് ഞങ്ങൾക്ക് കരച്ചിൽ വന്നു സാർ, ഞങ്ങൾ ഒരു വട്ടം കൂടെ പാടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഒരു ചാൻസ് കൂടി. മണി, എനിക്കറിയാം ഒരു ചാൻസ് കൂടെ വേണം. പക്ഷെ അവർ ഓൾറെഡി പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും അവര് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിച്ചോളൂ ശ്രീയേട്ടാ. ഞങ്ങള് 4 പേരും മാനേജ്മെന്റും ചേർന്നിട്ട് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്. കോമ്പറ്റീഷൻ ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് നല്ല രീതിയിലുള്ള മാർക്ക് തരും ഇതിന് പാടിയതിന്. പക്ഷെ മണികണ്ഠന്റെ ഈ ഒരു ആഗ്രഹവും മണികണ്ഠന്റെ ടാലന്റും, നല്ല യുവർ വെരി ടാലന്റും, നല്ല ജ്ഞാനസ്ഥനാണ്. ഓഡീഷനിൽ മണികണ്ഠൻ പാടിയ മനോഹരമായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ ചെവിയിലിരിക്കുകയാണ്, എൻ്റെ ശരത്തിൻ്റെ. കാരണം അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു വി ഓൾ ആർ ഗിവിങ്, ഏഷ്യാനെറ്റും പ്രേക്ഷകരും എല്ലാം കൂടെ മണികണ്ഠൻ പാടും. മനസ്സമാധാനമായിട്ട് നിന്ന് ഒരു ചരണം പാടിയാൽ മതി അല്ലേ ചിത്ര? എന്താ പറയുക, ഒരു ചരണം കഴിഞ്ഞിട്ട് അവർ പല്ല് ഫിനിഷ് ചെയ്യുന്ന പല്ല്. ഈ പാട്ടിന്റെ ഒരു ചരണം കഴിഞ്ഞ് സെക്കൻഡ് ചരണം ലാസ്റ്റ്. ഓക്കെ.
അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകളറിയുന്നു. ഓ അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകളറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നോ. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ വെറുമന്യനെ പോൽ. നീർമിഴിപ്പീലിയിൽ നീ എന്നരികിൽ നിന്നോ. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ വെറുമന്യനെ ഓക്കെ, എന്തായാലും മണിയുടെ ആഗ്രഹപ്രകാരം അറ്റ്ലീസ്റ്റ് നമ്മുടെ ജഡ്ജസ് ഇത്രയെങ്കിലും പാടാൻ സമ്മതിച്ചു. ഇനി ഇതൊക്കെ മറന്നു കളയൂ, നേരെ നമുക്ക് മാർക്സിലേക്ക് അടക്കാം. അവരൊരു ജഡ്ജ്മെന്റിൽ എത്തി 4 പേരും കൂടെ ഒരുമിച്ച് ഒരു മാർക്സ് നൽകാൻ പോവാണ്. ശ്വേത, ബിഫോർ ദാറ്റ് ഡു യു വാണ്ട് ടു സേ എനിത്തിങ് അറ്റ് ദിസ്? Manikandan, I understand or artist, anybody who's standing on that stage, it's commendable, it's honorable, and I really respect you for this kind of thing. പിന്നെ കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പാടാൻ സമ്മതിക്കാത്ത, അല്ലാതെ വാട്ട് എവർ ദാറ്റ് ഇസ്. ബിക്കോസ് കോമ്പറ്റീഷൻ പറഞ്ഞാൽ ദർ ഇസ് നോ ടേക്ക്. ഒരു ആർട്ടിസ്റ്റിന്റെ നിലയിൽ നമ്മൾ പറയുന്നത് ദർ ഇസ് നോ റീടേക്ക്, ദർ ഇസ് ഓൺലി വൺ ടേക്ക്. അപ്പോൾ ബിക്കോസ് വലിയൊരു കോമ്പറ്റീഷൻ ആണ്, ഇറ്റ്സ് ഓൺലി വൺ പേഴ്സൺ ക്യാൻ വിൻ. സോ ഒബ്വിയസ്ലി all 48 of you are winners, and Manikandan, you are a good singer and very talented. നന്നായി പാടിയിട്ടുണ്ട് എന്താ പറയുക സെലക്ഷൻ ഓഡിഷൻ റൗണ്ടിൽ. സോ ഒബ്വിയസ്ലി യു ആർ ഹിയർ, സോ യു ആർ ഓൾറെഡി എ വിന്നർ. ആൻഡ് ഫ്രം നൗ ഓൺവേർഡ്സ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് ഫോർ ദിസ് കോമ്പറ്റീഷൻ. താങ്ക് യു ശ്വേത. ജഡ്ജസ് മാർക്സ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്ന മണികണ്ഠന് 60 മാർക്സ് തരാനാണ്. ഓ അയ്യോ, അത്രയൊന്നും വേണ്ട. അയ്യോ, മാർക്സ് തന്നാൽ വേണ്ടാന്ന് പറയുന്ന ഒരാളിനെ ഞാനിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. 60 മാർക്ക് തരും. പക്ഷെ തീർച്ചയായിട്ടും മണികണ്ഠന് SMS-ന്റെ സപ്പോർട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും മണികണ്ഠൻ നല്ല ടാലന്റ് ഉള്ളൊരു സിംഗറാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും നല്ലോണം SMS ചെയ്തു തരും. പിന്നെ കൂടാതെ ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. ഒറ്റ റൗണ്ട് കൂടി എനിക്ക് മുമ്പിൽ കിടക്കുകയാണ്, അടിച്ചു പൊളിക്കുക. മണികണ്ഠന്റെ ശരിക്കും നല്ലോണം ഒന്ന് നോക്കൂ, എന്റെ മുഖത്ത് നോക്കൂ, നല്ലോണം പാടാൻ പറ്റും. പക്ഷെ ഈ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നും, അപ്പൊ എനിക്കുമൊക്കെ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ വല്ലാണ്ടങ്ങ് പേടിക്കുന്ന ഒരു സ്റ്റേജിൽ വിചാരിക്കുന്നതിന്റെ പകുതി പോലും പാടാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വന്നാലും വന്നോട്ടെ എന്ന് വിചാരിച്ച് പാടും. ഇപ്പൊ ഞങ്ങൾക്കൊന്നും കോമ്പറ്റീഷൻ അല്ല, അപ്പൊ നിങ്ങളുടെയൊക്കെ തന്നെ ഇതൊരു കോമ്പറ്റീഷനാണ്. ഇപ്പൊ സ്റ്റേജിൽ പാടുമ്പോൾ മുമ്പിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ എനിക്കും ഭയങ്കര പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടാവും. വിചാരിക്കുന്ന പോലെ ഒന്നും പാടാനും സാധിക്കാറില്ല. പക്ഷെ അതൊന്നും ഒരു കോമ്പറ്റീഷൻ അല്ല. എനിക്ക് അവിടെ ആരും മാർക്ക് ഇടുന്നില്ല, പ്രൈസ് ഒന്നും തരുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോകണം. പിന്നെ തെറ്റിയാൽ പൊക്കോട്ടെ, സാരമില്ല. പക്ഷെ ബാക്കി മുഴുവൻ അങ്ങോട്ട് പോവാതെ സൂക്ഷിക്കുക. ഇപ്പം രണ്ടാമത് പാടുമ്പോഴും മണികണ്ഠൻ ആ ഒരു ചരണത്തിലൊരു ശ്രുതിയുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇത്രയും കഴിഞ്ഞു, എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ കഴിഞ്ഞില്ലേ. ഇനി പേടിക്കേണ്ട, അടുത്ത റൗണ്ടിൽ ഇത് മേക്കപ്പ് ചെയ്യത്തക്ക വിധത്തിലുള്ള മാർക്ക് മേടിക്കണം. അത്രയും നല്ലൊരു പെർഫോമൻസ് മണികണ്ഠൻ ചെയ്യണം കേട്ടോ. എന്ത് പ്രകാശമായിട്ടുള്ള ഒരു ജീവിതം മണികണ്ഠന്റെ മുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. മണി, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ തന്ന മാർക്സ് ഇഷ്ടപ്പെട്ടില്ലേ? പ്ലീസ് എടുക്കണം, പ്ലീസ്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ് മണികണ്ഠൻ, പ്ലീസ് ആ മാർക്ക് വേണ്ടെന്ന് പറയരുത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് തരുന്നതാണ്. എന്റെ മുത്തേ, പ്ലീസ്
ചുമ്മാതിരിക്കും മോനെ. 60 മാർക്ക് ഇത് എന്തോന്ന് മണികണ്ഠ. മണികണ്ഠൻ അടുത്ത റൗണ്ട് അടിച്ച് പൊളിക്കും മണികണ്ഠ. എൻ്റെ വാക്കുകൾ അങ്ങനെ തെറ്റാറില്ല. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക്